ഹായ് ഗൈസ്, എല്ലാവർക്കും തേനോട്ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഒരു സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. കുറച്ചധികം കാലമായിട്ട് സിനിമകൾ മാത്രം കണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്നും കൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നമ്മളുടെ ഈ ഒരു ചാനൽ ഒന്ന് കുറച്ചുകൂടി സിനിമകളൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയാക്കാമെന്ന്. അപ്പോൾ ഞങ്ങളിതേ വന്നിരിക്കുകയാണ്. ഇന്നത്തെ സിനിമ ഇൻസ്റ്റൻറ്റ് ഫാമിലിയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇമേജ് അച്ഛൻ, അമ്മ, കുട്ടികൾ അടങ്ങുന്നതാണ് അല്ലേ? പക്ഷെ പലർക്കും ഈ ഒരു കുട്ടികൾ എന്ന് പറയുന്നത് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പലരും അഡോപ്ഷൻ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ സ്വീകരിച്ച 2 കപ്പിൾസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവർ ഒരു ഹോമിൽ ചെന്നിട്ട് ഇതുപോലൊരു കുട്ടീനെ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്നു. അപ്പോൾ അവിടുത്തെ മേട്രൻ പറയാണ്, നിങ്ങൾക്കിഷ്ടമുള്ള കുട്ടികളെ നിങ്ങൾ ചൂസ് ചെയ്തോളൂ, നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഏത് കുട്ടി വേണം എന്നുള്ളത്. അപ്പോൾ അവരെല്ലായിടത്തും ചെന്നിങ്ങനെ നോക്കുന്നു. കുട്ടികളെല്ലാം കളിക്കുന്ന സ്ഥലത്തൊക്കെ ചെന്ന് നോക്കുമ്പോൾ അതിൽ ഒരു കുട്ടിയായിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ടും കണക്ഷൻ കിട്ടി. ഈ കുട്ടി നമ്മുടെ ഫാമിലിയിൽ വന്നാൽ അടിപൊളിയായിരിക്കും എന്നുള്ളൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ മേറ്ററിൻ്റെ അടുത്ത് ചെന്ന് പറയാണ്, ഓക്കെ, ഞങ്ങൾക്ക് ഇന്ന കുട്ടീനെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഈ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന്. അപ്പോൾ ഏത് കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡീറ്റെയിൽസ് മേറ്ററിന് ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവർ ചൂസ് ചെയ്തേക്കുന്ന ആ ഒരു കുട്ടിയില്ലേ, ആ കുട്ടിക്ക് 2 സിബ്ലിങ്സ് ഉണ്ട്. ഇവരെ 3 പേരുമായിട്ട് മാത്രമേ അഡോപ്ഷന് കൊടുക്കുകയുള്ളൂ, അല്ലാണ്ട് ഒരാളെ മാത്രം അവർ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കില്ല. ഇവരൊരു ഫാമിലിയാണ്. സോ ഇവരെ 3 പേരെയും ഒന്നിച്ച് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കുട്ടീനെ മാത്രം മനസ്സിൽ കണ്ടുവന്നവർക്ക് 3 കുട്ടികളെയാണ് കിട്ടിയത്. 3 വ്യത്യസ്തമായ ഏജിലുള്ള കുട്ടികളെ. ഒരു ടീനേജിലുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ഒരു 10 അല്ലെങ്കിൽ ഒരു 9 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്, ഒരു 5 അല്ലെങ്കിൽ ഒരു 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഇവരെ 3 പേരെയും നോക്കാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും ആ ഒരു കുട്ടീനെ മാത്രം ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടും എന്തുകൊണ്ടോ ഇവരുടെ ഫാമിലി ഇതാണ് എന്നുള്ളൊരു സംഭവത്തിലോ എന്തൊക്കെയോ കാരണങ്ങളാൽ ഇവർ ഈ 3 കുട്ടികളെയും അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇതിന് ശേഷമാണ് കഥ മാറുന്നത്. ഇത്രയും കാലം ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്ന 2 പേര് മാത്രമേ ആ ഒരു വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഒരു കുട്ടി വരികയാണ്, പല പ്രായത്തിലുള്ള കുട്ടികൾ വരികയാണ്. ഇവർക്ക് എന്ത് കൊടുക്കണം എന്നോ അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഇവർക്ക് അറിയില്ല. അതിൻ്റെ ഒരു കൺഫ്യൂഷനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർ പരിശ്രമിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കുട്ടികളാണെങ്കിലും ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഫാമിലി ആവാനുള്ളൊരു ടൈമുണ്ടല്ലോ, ആ ഒരു ടൈമിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ റിയൽ മാം വരുന്നു. അവരായിട്ട് കുട്ടികൾ തിരിച്ചു പോവുകയാണ് എന്നുള്ളൊരു എന്താ പറയുക, ഒരു തീരുമാനത്തിലേക്ക് മൂത്ത കുട്ടി എത്തുകയാണ്. അതിൻ്റെ പിന്നാലെ ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിന് ശേഷം ഇവരെങ്ങനെയാണ് ഒരു ഫാമിലിയായി മാറുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു കഥ പറയുന്നത്. ഒരു കുട്ടി സിനിമയാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു എന്താ പറയുക, ഫാമിലി എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചില പ്രശ്നങ്ങൾക്കൊന്നും നമുക്ക് സൊല്യൂഷനെ കണ്ടെത്താൻ പറ്റില്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫിലിം പറഞ്ഞു തരുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുഖമായിട്ട് ഒന്നിച്ച് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ദ ഫാമിലി. അതാണ് ഈ ഒരു ഫിലിം പറഞ്ഞു വെക്കുന്നത്. നല്ലൊരു ഫിലിമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.